സാനിയോ, ഈ പുനരധിവാസ പാക്കേജ് എന്ന് പറയുമ്പോൾ അതിൽ അടിയന്തരമായി ചെയ്തു കൊടുക്കേണ്ടതുണ്ട്, പിന്നീട് സമയമെടുത്ത് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ അടിയന്തരമായി കിട്ടേണ്ടത് പോലും അവർക്ക് കിട്ടുന്നില്ല എന്നല്ലേ അവരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്? കളക്ടർ പറഞ്ഞ ഈ മറുപടി തൃപ്തികരമാണോ സാനിയോ? സുജയ സൂചിപ്പിച്ചതുപോലെ തന്നെ അടിയന്തരമായി കിട്ടേണ്ട സഹായങ്ങൾ കിട്ടിയില്ല എന്നുള്ളതാണ് വിലങ്ങാട് നിന്നുള്ള ആളുകളുടെ വലിയൊരു പരാതി എന്ന് പറയുന്നത്. കാരണം വയനാട്ടിൽ നമ്മൾ കണ്ടതാണ്, നമ്മളടക്കമുള്ള ആളുകൾ ക്യാമ്പയിനായി എടുക്കുകയും പിന്നീട് സർക്കാർ തന്നെ അവർക്കൊരു അടിയന്തരമായ ധനസഹായം 10,000 രൂപ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ വിലങ്ങാടുള്ള ആളുകൾക്ക് ഇതുവരെയും അത്തരത്തിലുള്ള അടിയന്തര ധനസഹായം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് പോയിട്ടില്ല. കാരണം അവിടെ 14 ആളുകളുടെ വീട് തന്നെ പൂർണ്ണമായി നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിരവധി പേർക്ക് ഭാഗികമായി വീട് നഷ്ടപ്പെട്ടു. കൃഷിസ്ഥലങ്ങൾ പോയി, കച്ചവട സ്ഥാപനങ്ങൾ പോയി. ഇങ്ങനെ നിത്യവൃത്തിക്ക് പോലും ഒരു പണമില്ലാതെ, കയ്യിൽ പണമില്ലാതെ ക്യാമ്പുകളിൽ കഴിയുകയും ചില ആളുകളെ ഇപ്പോൾ വാടക വീടുകളിലേക്ക് മാറ്റുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരുടെ ഒന്നും കയ്യിൽ പണമില്ല എന്നുള്ളതാണ്. പലരുടെയും വീട് തന്നെ മുഴുവനായി പോകുമ്പോൾ ഉണ്ടായിരുന്ന പണം അല്ലെങ്കിൽ ഉണ്ടായിരുന്ന രേഖകൾ ഇതൊക്കെ പോകുമ്പോൾ പണം എങ്ങനെ കിട്ടുമെന്നുള്ളതാണ് അവർ പറയുന്നത്. അവർക്ക് അടിയന്തര ധനസഹായം എങ്ങനെയെങ്കിലും കിട്ടണമെന്നാണ്. പക്ഷേ ഇപ്പോഴും കലക്ടർ പറയുന്നത് 1 മാസത്തിനകം അടിയന്തര ധനസഹായം നൽകാമെന്നാണ്. പക്ഷേ 1 മാസം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ചെറിയ കാലയളവേ അല്ല എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അത് എത്രയും പെട്ടെന്ന് തന്നെ പ്രാഥമികമായി ദുരന്തം ബാധിച്ച ആളുകളെ കണ്ടെത്തുകയും അവർക്ക് എത്രയും പെട്ടെന്ന് ഒരു അടിയന്തരമായ ധനസഹായം കൊടുക്കുകയുമാണ് ഈ ഘട്ടത്തിൽ വേണ്ടത് എന്നതിന് യാതൊരു സംശയവുമില്ല. 2 ആഴ്ചയ്ക്കുള്ളിൽ പുനരധിവാസ പ്രക്രിയ തുടങ്ങുമെന്ന് ഇപ്പോൾ ജില്ലാ കളക്ടർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിലും പ്രയാസമുള്ളത് ക്യാമ്പുകളിൽ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് സ്ത്രീകളടക്കമുള്ള ആളുകൾ പറയുന്നത് നമ്മൾ കേട്ടു. കാരണം പ്രായമായ അമ്മയും അച്ഛനും ഒക്കെ ഉള്ള ആളുകൾ, ചെറിയ കുഞ്ഞുങ്ങളുള്ള ആളുകൾ, ഇവർക്കൊക്കെ ക്യാമ്പിൽ നിൽക്കാനുള്ള പ്രയാസമുണ്ട്. അതുകൊണ്ട് തന്നെ പുനരധിവാസ പ്രക്രിയയും എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണം. അതിന് റവന്യൂ വകുപ്പ് അധികൃതരെ തന്നെ ചുമതലപ്പെടുത്തണം. വയനാട്ടിൽ ചെയ്ത പോലെ തന്നെ റവന്യൂ വകുപ്പ് അധികൃതർക്ക് ഈ വാടക വീട് കണ്ടെത്താനുള്ള ചുമതല കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. NIT സംഘം അടുത്ത ആഴ്ചയാണ് പരിശോധിക്കുക എന്നും പറയുന്നുണ്ട്. ഉരുൾപൊട്ടലിനുള്ള സാധ്യത എവിടെയാണെന്നൊക്കെയാണ് സംഘം പരിശോധിക്കുക. ഏതായാലും ഇപ്പോൾ അവർക്ക് വേണ്ടത് അടിയന്തരമായ ഒരു ധനസഹായം കൊടുക്കുകയും അവർക്ക് വാടക വീട് കണ്ടെത്താൻ റവന്യൂ വകുപ്പ് അധികൃതരുടെ തന്നെ സഹായത്തിൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയുമാണ്. സുജയ.